എനിവേ RCB vs CSK മാച്ചിൽ 197 ടാർഗറ്റ് വെച്ചിട്ടാണ് CSK ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങിയത്. RCBന്റെ കാര്യം പറയുകയാണെങ്കിൽ സാൾട്ട് ആയാലും അതുപോലെ തന്നെ വിരാട് കോഹ്ലി ആയാലും പടിക്കലായാലും പടിദാറായാലും നല്ല രീതിയിൽ ആ ഒരു ഓർഡറിൽ നല്ല രീതിയിൽ കളിച്ചു വന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല രീതിയിൽ ഒരു സ്കോറിലേക്ക് RCBക്ക് എത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഡാവിഡിന്റെ അവസാനത്തെ 8 ബോൾ അദ്ദേഹം അടിച്ച 8 ബോൾ 22 റൺ എന്ന് പറയുന്നത് കളിയിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൺ തന്നെയായിരുന്നു. കോഹ്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് മാച്ച് കളിക്കുന്ന പോലെയാണ് കോഹ്ലി കളിച്ചത്. പക്ഷേ കോഹ്ലി എടുത്ത ആ ഒരു 31 റൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റണ്ണാണ്. അതുപോലെ തന്നെ സാൾട്ട് മികച്ച രീതിയിലാണ് ഒരു സ്റ്റാർട്ടിങ് നൽകിയത്. അതുപോലെ തന്നെ പടിദാർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് ക്യാച്ചുകൾ ഡ്രോപ്പ് ആയെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ വീണ്ടും സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം 50 അടിച്ചിട്ടാണ് മൈതാനം വിട്ടത്. RCBയുടെ എല്ലാ ഫസ്റ്റ് ഓർഡർ ബാറ്റേഴ്സും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടാണ് 196 എന്നുള്ള ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ 196 എന്നുള്ള റൺസിലേക്ക് RCBക്ക് എത്താൻ കഴിഞ്ഞതും 197ലേക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് ചെന്നൈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും. ചെന്നൈയുടെ കാര്യം പറയുകയാണെങ്കിൽ രവീന്ദ്ര മാത്രമാണ് നല്ല രീതിയിൽ കളിച്ചത്. ബാക്കി അങ്ങോട്ട് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കളിയാണ് ഗെയ്ക്വാദും ഹൂഡയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും കളിച്ചത്. ചെന്നൈന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാൻസിന് കളി തോറ്റെങ്കിൽ MSDയുടെ ഒരു നല്ല രീതിയിലുള്ള ബാറ്റിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റി. 16 ബോളിൽ 30 റൺ അടിച്ചുകൊണ്ട് മഹിന്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണികൾക്ക് കാണാൻ പറ്റി. സോ അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലെ എല്ലാ ഫാൻസും സന്തോഷമായിട്ടാണ് സ്റ്റേഡിയം വിട്ടത്. MSDന്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ കളിയിൽ ഒരു സ്റ്റംപിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നൂർ അഹമ്മദിന്റെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിലുള്ള പ്രകടനമാണ് ഇന്നും ഈ കളിയിലും കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്നത് ധോണി സ്റ്റംബിളാക്കിയായിരുന്നു. സാൾട്ടിനെ സ്റ്റംബിളാക്കി വളരെ മൈന്യൂട്ടായിട്ട് എയറിൽ ലെഗ് കുറച്ചിങ്ങനെ പൊന്തി ആ ഒരു റിയാക്ഷൻ ടൈമിലാണ് 0.16 സെക്കൻഡ്സ് ആ ഒരു ടൈമിലാണ് ധോണി സ്റ്റംപ് ചെയ്തിട്ട് അദ്ദേഹത്തെ പുറത്താക്കി കളഞ്ഞത്. ധോണിന്റെ ആ ഒരു സ്റ്റംപിംഗ് അബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. ഈ മാച്ചിൽ ഇപ്പോൾ ഭയങ്കര ഒരു എടുത്തു പറയാനുള്ള അതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിദാർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ക്യാപ്റ്റനാണ് അദ്ദേഹം RCBയുടെ. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹം RCBയെ മുന്നോട്ട് നയിച്ചു വന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന് എടുത്തു പറയാൻ വയ്യ. കളി കഴിഞ്ഞപ്പോൾ മാൻ ഓഫ് ദി മാച്ചും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. എനിവേ RCB 2 കളി വിജയിച്ചു. ടേബിൾ പട്ടികയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. 2 പ്ലസ് പോയിന്റുകളുണ്ട്. മികച്ച ഒരു മൂവിലാണ് RCB പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി വി ക്യാൻ സീ RCB കപ്പ് അടിക്കോ ഇല്ലയോ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേജ് മാറ്റ്.